ഓക്കെ, നോക്കിക്കോളൂ. നമുക്ക് ഓൾറെഡി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയിരുന്നു നമുക്ക് പഠിപ്പിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവിലും എൻഡ് ചെയ്യുന്നത് നെഗറ്റീവിലും ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? നമ്മളന്ന് ഇലക്ട്രിക് ഫീൽഡിനെ വരച്ച സമയത്ത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വരച്ചപ്പോൾ നമ്മൾ എങ്ങനെ വരച്ചത്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഇങ്ങനെ വരുന്നു, ഇവിടെ ഒന്ന് ഇങ്ങനെ വരുന്നു. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെയായിരുന്നു നമ്മൾ വരച്ചത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, അതായത് ഈ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്ന നെഗറ്റീവിലാണ്. ഇവിടെ ഒന്നും പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നത് നെഗറ്റീവിലാണ്. അപ്പം അതാണ് ഫസ്റ്റ് ലൈൻ. അതുകൊണ്ട് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യത്തില്ല. നേരെ മറിച്ച് ഇതൊരു മാഗ്നറ്റിക് ഡൈപോൾ, ഒരു ബാർ മാഗ്നറ്റ് ആയിരുന്നുവെങ്കിൽ നോക്കൂ, ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിൽ എൻഡ് ചെയ്യുന്നു. അത് എക്സ്റ്റേണലി. പക്ഷേ ഇന്റേണലി ഉണ്ടല്ലോ, സൗത്ത് നിന്ന് നോർത്തിലോട്ട് തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ അങ്ങ് അവസാനിക്കും. ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല പോകുന്നത്, പകരം എന്താണ്, അവിടെ നിന്നും ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്തേത്, ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ചാർജ് ഫ്രീ റീജിയൻ എന്നാണ് പറയുന്നത്. ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ചാർജ് ഫ്രീ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പം ഞാനൊരു +Q എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അങ്ങ് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. വേറെ ചാർജ് ഒന്നും ഇല്ലെങ്കിൽ ഇതെന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. വേറെ ചാർജ്, ഇപ്പോൾ ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടോ ഒക്കെ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചാർജ് ഇല്ലാത്ത റീജിയണിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ആണെന്നുള്ളതാണ് രണ്ടാമത്തെ ഇതിൻ്റെ പ്രോപ്പർട്ടി പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഞാനിവിടെ വരച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നുണ്ടോ, ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനും ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനും ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുവായിരുന്നെങ്കിലുണ്ടല്ലോ, ഇപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വേറൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഈ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുവായിരുന്നെങ്കിൽ അവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു കോമ്പസ് ഫീൽഡ് വെച്ചായിരുന്നെങ്കിൽ രണ്ട് ഡയറക്ഷൻ കാണിച്ചേനെ. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, രണ്ട് ഡയറക്ഷൻ ഒരിക്കലും കാണിക്കത്തില്ല. കാരണം എന്താണ്, അവിടെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഒരിക്കലും കാണിക്കത്തില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെയാണ്. ഇനിയും അതേപോലെ തന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാരലാണ്. അപ്പോൾ എന്താണ് യൂണിഫോം ഇലക്ട്രിക്, അല്ലെങ്കിൽ എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? നോക്കൂ, ഒരു +Q ഇവിടെ, ഒരു -Q ഇവിടെ, ഒരു +Q ഇവിടെ, ഒരു -Q ഇവിടെ, ഒരു +Q ഇവിടെ, ഒരു -Q ഇവിടെ, ഒരു +Q ഇവിടെ, ഒരു -Q ഇവിടെ. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഏറ്റവും സെൻട്രലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തന്നെ ഇങ്ങനെയായിരിക്കും, 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 ഇങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവിടെ ഇല്ലേ, ഇവിടെയൊക്കെ ഇല്ലേ, ഇവിടെ ഇല്ലേ, ഇവിടെ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അവിടെയൊക്കെ ഉണ്ടെങ്കിലും ജനറൽ ആയിട്ട് നമുക്ക് ആ നടുക്കത്തെ മാത്രം എടുത്താൽ മതി. അങ്ങനെ നടുക്കത്തെ എടുക്കുന്നെങ്കിൽ ഫീൽഡ് ലൈൻസ് പാരലാണ്. അപ്പം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഈ ഒരു കൺസെപ്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലാണ്. മാത്രമല്ല എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടുത്തെ എടുത്താലും, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എടുത്താലും, ഇവിടുത്തെ വാല്യൂസ് ഒക്കെ എടുത്താലും എന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനിയും അടുത്തത് പറയാനുള്ളത് നമുക്ക് ടാൻജൻസ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ടാൻജൻസ് വരയ്ക്കുകയാണ്. ടാൻജൻസ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതേണ്ട ഇവിടെ നിന്ന് നമ്മളിപ്പോൾ അറിയാം, നമുക്ക് ഒരു സർക്കിളിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ ടാൻജൻറ്റ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടാൻജൻറ്റ് ഇല്ലേ? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ, നോക്കിയോ, ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. ഇവിടെയാണ് വരയ്ക്കുന്നതെങ്കിലോ, ഇപ്പോൾ ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗീവ്സ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് എന്താണ് പറയുന്നത്? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഗീവ്സ് ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. അതെന്താ? ഞാൻ പറഞ്ഞ രണ്ട് ഇപ്പോൾ ഒരു +Q ഒരു -Q, ഇത് തമ്മിൽ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചോ. വേറൊരു +Q -Q കൺസിഡർ ചെയ്യുക. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്
അതുകൊണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഞാൻ ഡെബ്രിയോട് ചോദിക്കാം, ഡെബ്രിയോ ഇതിനകത്ത് ഏതായിരിക്കും സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? Is this case A or is in this case B? A. Yeah. Why you can say that this magnetic field intensity is more? Because there's more electric lines together. ഇലക്ട്രിക് ലൈൻസിന്റെ അല്ലാതെ യെസ്, അതായത് ഇലക്ട്രിക് നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഇവിടെ ഇച്ചിരി ദൂരത്തായിട്ടായിരിക്കുന്നത്, അതുപോലെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കുറവാണ്. അതാണ് ആ പോയിന്റ് പറയുന്നത്. വെരി ഗുഡ്. അപ്പം അതാണ് ആ പോയിന്റ് പറയുന്നത്, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഗീവ്സ് ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ഒരൊറ്റ ഇത് കൂടെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് സീറോ, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് എ കണ്ടക്ടർ. ഇപ്പോൾ ഇതൊരു കണ്ടക്ടറാണെന്ന് വിചാരിച്ചോ, ഈ കണ്ടക്ടറിന്റെ ഇപ്പോൾ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസിലായിരിക്കും ചാർജ്. അപ്പോൾ ഇതിന്റെ സർഫസിലൊക്കെ ചാർജ് ആണെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സീറോ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. ഓക്കെ ആണല്ലോ. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? അഭിരാം ഓക്കെ ആണോ? അഭിരാം ഓക്കെ ആണോ? ഓക്കെ. ലോയിസ് ഓക്കെ ആണോ? ലോയിസ്, ഡെബ്രിയ? Yes, sir. അതേപോലെ Yes, sir. ഏബിൾ ഓക്കെ ആണോ? ഏബിൾ Yes, sir. ഓക്കെ, ഫൈൻ. അപ്പം അത് ഓൾറെഡി നമ്മൾ എഴുതിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് അത്ര എഴുതണ്ടായിരുന്നു. ഇനി എഴുതാനുള്ള എഴുതിക്കോ. ഇലക്ട്രിക് ഡൈപോൾ ആണ് എഴുതാനുള്ളത്. ഇലക്ട്രിക് ഡൈപോൾ ആണ് എഴുതാനുള്ളത്. ഇന്നലെ പഠിപ്പിച്ചില്ലേ ആ റൂൾ അത്ര എഴുതി കാണിച്ചു. ഓക്കെ, ഇലക്ട്രിക് ഹെഡിങ് എഴുതി, അടുത്ത ഹെഡിങ് എഴുതിക്കോ. ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഇലക്ട്രിക് ഡൈപോൾ. അപ്പം ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. അതായത് ഒരു സബ്സ്റ്റൻസോ അങ്ങനെയൊന്നുള്ള സംഭവങ്ങളല്ല, ഒരു കൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ക്യൂവും ഒരു പോസിറ്റീവ് ചാർജിനെയും ഒരു നെഗറ്റീവ് ചാർജിനെയും ഒരു 2-way ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജിന്റെ വെളിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഫീൽഡൊക്കെ കൺസിഡർ ചെയ്തു. ആ ഇലക്ട്രിക് ഫീൽഡിനകത്തോട്ട് വേറൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഈ ചാർജ് ഇതിന്റെ മണ്ടയ്ക്ക് ഫോഴ്സ് കൊടുക്കുമെന്നും അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി F/Q ആണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതേപോലെ തന്നെ ഈ രണ്ട് ചാർജ് ഡൈപോൾ എന്ന് പറയുന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോഴും അതിന് ചുറ്റിനും ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ വേറൊരു ചാർജിന് അതിനകത്തോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഈ ഇലക്ട്രിക് ഫീൽഡിനകത്തോട്ട് വേറൊരു ചാർജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് ഇവർക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ആ എഫക്റ്റിനെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇലക്ട്രിക് ഡൈപോൾ എന്നൊരു ഹെഡിങ് എഴുതുക, ദെൻ ഈ ഒരു ഫിഗർ വരയ്ക്കുക, എന്നിട്ട് 2A എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ഡൈപോൾ ലെങ്ത് ആണെന്നൂടെ എഴുതി വെക്കുക. ഡൈപോൾ ലെങ്ത്. അതേപോലെ ഇവിടെ ഒരു ആരോ കൂടെ ഇട്ടിരിക്കുക. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഒരു ആരോ കൂടി ഇട്ട് വെച്ചിരിക്കുക. എന്നിട്ട് അതിന് താഴോട്ട് എഴുതുക 2 equal and opposite. 2 equal and opposite charges separated by a small distance. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഡൈപോളിനെ പറ്റി നമ്മൾ ബാർ മാഗ്നറ്റ് നേരത്തെ പറഞ്ഞ ബാർ മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഡൈപോളിന് എക്സാമ്പിൾ. എന്താ? അതിന് ഒരു നോർത്ത് പോൾ ഉണ്ട്, അതിനൊരു സൗത്ത് പോൾ ഉണ്ട്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇതൊരു ഡൈപോളാണ്. രണ്ട് പോളുള്ള ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇലക്ട്രോസ്റ്റാറ്റിക് വരുമ്പം അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ 2 equal and opposite charges separated by a small distance is called as ഇലക്ട്രിക് ഡൈപോൾ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഡൈപോളിന് ഒരു എഫക്റ്റ് വേറൊരു ചാർജിന്റെ മണ്ടയ്ക്ക് കൊടുക്കാൻ പറ്റും. ആ എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അടുത്ത ഹെഡിങ് അതാണ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? അതാണത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ P ആണ്. P മുകളിലൊരു ഹൈഫൻ.
ക്യാപിറ്റൽ ലെറ്റർ പി വെക്റ്റർ. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് it is a product of magnitude of any two charge and ലെങ്ത് ഓഫ് ഡൈപോൾ. ഒന്നുമില്ല, സിംപിളി പറയുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇത് എഴുതല്ലേ, ഈ ഹെഡിങ് മാത്രം എഴുതുക, എന്നിട്ട് ഞാൻ പറയുന്നത് മാത്രം എഴുതിയാൽ മതി. ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതി കാണിക്കുകയാണ്. ഈ പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഈ രണ്ട് ചാർജില്ലേ, ഡൈപോളിൻ്റെ രണ്ട് ചാർജ്, അതിൻ്റെ ഏതെങ്കിലും ഒരു ചാർജ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ ആ ഡൈപോൾ ലെങ്തും തമ്മിലുള്ള പ്രോഡക്റ്റ് മൾട്ടിപ്ലിക്കേഷനെയാണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് കിട്ടുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതേണ്ടത് ഇങ്ങനെയാണ്. it is the product of magnitude of one of the charge. രണ്ട് ചാർജ് ഉണ്ട് ഡൈപോളിൽ, അതിൽ ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വൺ ഓഫ് ദ ചാർജ് ആൻഡ് ലെങ്ത് ഓഫ് ദി ഡൈപോൾ. അതായത് ആ ചാർജും ലെങ്ത് ഓഫ് ദി ഡൈപോൾ തമ്മിലുള്ള പ്രൊഡക്റ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ. ലെങ്ത് ഓഫ് ഡൈപോൾ. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഇങ്ങനെ ചെയ്യാം, എന്താ ഈ പി ഈസിക്വൽ ടു ക്യൂ ഇൻറ്റു 2a എന്ന് നമുക്കൊരു ബോക്സിനകത്ത് ഇട്ട് വെച്ചേക്കാം കേട്ടോ. ഇത് ബോക്സിനകത്ത് ഇട്ട് വെച്ചേക്കുക. ഓക്കെ. ഇനി ചെറിയ പോയിന്റ് ആക്കി എഴുതേണ്ട ഒരു കാര്യമാണ്. അതായത് ഒന്ന്, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമുക്കറിയാം അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും എന്നറിയാമോ? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ആരോ ഇടാൻ പറഞ്ഞത്. അയ്യോ, ഇത് പോസിറ്റീവ് തിരിഞ്ഞു പോയല്ലോ, സോറി. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് കേട്ടോ. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്, ഇങ്ങനെയാണ് കേട്ടോ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടും, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ്. അപ്പോൾ ആരോ ഇട്ടത് തിരിച്ചൊന്ന് വരച്ചേക്കുക, കാരണം പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഞാൻ എഴുതിയ സാധാരണ നെഗറ്റീവ് ക്യൂ ഞാൻ ഇപ്പുറത്താണ് വരച്ചുകൊണ്ടിരുന്നത്. ഇനി കുഴപ്പമില്ല. ഓക്കെ. അപ്പം നോക്കിക്കോളൂ, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് എഴുതാം, ക്വാണ്ടിറ്റി എന്ന് എഴുതാം. രണ്ടാമത്തേത് എന്താണ്? ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് എഴുതാം. അതേപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, പി ഈസിക്വൽ ടു ക്യൂ ഇൻറ്റു 2a അല്ലേ. ക്യൂ എന്ന് പറയുമ്പോൾ ചാർജിൻ്റെ യൂണിറ്റ് കൂളമ്പ്, 2a എന്ന് പറയുമ്പോൾ ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പം കൂളമ്പ് മീറ്റർ എന്നാണ്, COLO, കൂളമ്പ് മീറ്റർ എന്നാണ് ഇതിൻ്റെ യൂണിറ്റ്. ഒരിക്കലും സെൻറ്റിമീറ്റർ എന്ന് വായിക്കല്, സെൻറ്റിമീറ്ററിൻ്റെ സിയും ചെറുതാണ്, എമ്മും ചെറുതാണ്. ഓക്കെ. ഇത് കൂളമ്പ് മീറ്റർ. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 4 ഓപ്ഷൻ തന്നു. അതായത് യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെൻറ്റ് CM എന്ന് തന്നു, പിന്നെ CM എന്ന് തന്നു. അപ്പോൾ ഇതിനകത്ത് ഇതായിരുന്നു നമ്മുടെ ആൻസർ. 4 ഓപ്ഷൻ തന്നിട്ട് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി അവർ ചോദിക്കും. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, കൂളമ്പ് മീറ്റർ, സെൻറ്റിമീറ്റർ എന്ന് വായിക്കാതിരിക്കാം. ഓക്കെ ആണല്ലോ. ഇത്രയും ക്ലിയർ ആണോ? ഓരോരുത്തരോടും ചോദിക്കാം. ലോയിസ് ഓക്കെ ആണോ? ഡെബ്രി ഓക്കെ ആണോ? ഓക്കെ. അഭിരാമും ഏബലും എങ്ങനെയുണ്ട്? അഭിരാമേ, അഭിരാം എവിടെയുണ്ടോ? അഭിരാം കേൾക്കുന്നില്ലേ പറയുന്നത്? ഹലോ അഭിരാമേ, ഇവിടെ ഉണ്ടോ? കേൾക്കാമോ അഭിരാമിന്? കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എനിക്കൊന്ന് നെറ്റിന് എന്തെങ്കിലും വിഷയമായിരിക്കും. ഓക്കെ. ഇനി ഇനിയും അടുത്തൊരു ഡെറിവേഷനാണ്. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. ഇവിടെ തൊട്ട് നമ്മൾ ഡെറിവേഷനിലേക്ക് കയറുകയാണ്. അതിൽ ആദ്യത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് ആക്സിയൽ പോയിന്റ്. അപ്പം നമ്മൾ ഒരു സിംഗിൾ ചാർജിൻ്റെ ഡൈപോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജിൻ്റെ r ഡിസ്റ്റൻസ് ദൂരെ ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡൈപോൾ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡൈപോൾ കണ്ടുപിടിക്കാൻ നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ അവിടെ കൊണ്ടുവച്ചു. അപ്പം നമുക്ക് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് E ഈസിക്വൽ ടു
1/4πε0 ക്യൂ പ്ലസ് ക്യൂ അല്ല സോറി ക്യാപിറ്റൽ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത് ശരിയോ? ക്യാപിറ്റൽ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത് ആണല്ലോ. ഇതാണ് ജനറൽ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡിന്. അങ്ങനെയാണെങ്കിൽ ഒരു ഡൈപോൾ മുഖാന്തരം അതിൻ്റെ ആക്സിയൽ പോയിന്റ്. അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതൊന്നും എഴുതല്ലേ, ഞാൻ ഈ പറയുന്ന ഞാൻ പറയാം എഴുതേണ്ട എവിടെ തൊട്ടാന്നുള്ളതും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി തരാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയ കൺസെപ്റ്റ് പറയുകയാണ്. ഓക്കെ, അപ്പം നോക്കിയോ. അപ്പം ഇത് ഒരു ഡൈപോൾ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അറ്റത്ത് ഒരു -q ചാർജും ഇവിടെ ഒരു +q ചാർജും കൊടുക്കുക. ഞാൻ എപ്പോഴും ലെഫ്റ്റിൽ -q റൈറ്റിൽ +q ആണ് കൊടുക്കുന്നത്. നേരത്തെ വരച്ചപ്പോൾ തിരിഞ്ഞു പോയതാണ്. ഡെറിവേഷൻ ചെയ്യുമ്പോഴെല്ലാം ഞാൻ ലെഫ്റ്റ് സൈഡിൽ -q റൈറ്റ് സൈഡിൽ +q ആണ് കൊടുക്കുന്നത്. അപ്പം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്ര? 2a ആണ്. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്സിയൽ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇതിൻ്റെ ആക്സിയൽ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏതേലും ഒരു പോയിന്റ്, ഇതോ ഇവിടെയോ എവിടെയും ആക്സിയൽ പോയിന്റ്. അടുത്തത് നമുക്ക് ഇക്വേറ്റോറിയൽ പോയിന്റിന്റെ ഡെറിവേഷനിലൂടെ കണ്ടുപിടിക്കാനുണ്ട്. ഇതുമൂലം അതിൻ്റെ ഇക്വേറ്റോറിയൽ പോയിന്റിൽ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇക്വേറ്റോറിയൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഏതാവാം? ഇക്വേറ്റോറിയൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ആ ഇക്വേറ്ററിലുള്ള ഏതെങ്കിലും പോയിന്റ് ആവാം. അതായത് ഇതോ എവിടെ വേണേയാവാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ആക്സിയൽ പോയിന്റിന്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കുന്നു, രണ്ടാമത് ഡെറിവേഷൻ ചെയ്യുന്നു, രണ്ടാമത് ഇക്വേറ്റോറിയലിന്റെ. അപ്പം അതിനുവേണ്ടി നോക്കിക്കോളൂ, നമുക്ക് ഈ ആക്സിസ് ഇക്വേറ്റർ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു സാധനം കൂടെ പറഞ്ഞുതരാം. ഇത് എർത്താണ്. എർത്തിൻ്റെ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ ആണല്ലോ, ആണ്. അപ്പം എർത്തിൻ്റെ ആക്സിയൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് എർത്തിൻ്റെ ആക്സിയൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എർത്തിൻ്റെ ഇക്വേറ്റോറിയൽ പോയിന്റ് എന്ന് പറയുന്നത്, എർത്തിൻ്റെ ഇക്വേറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഇതിന് ചുറ്റിനുമാണ് വരുന്നത്. അപ്പോൾ എർത്തിൻ്റെ ഇക്വേറ്റോറിയൽ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേറ്ററിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് ആ ഇക്വേറ്റോറിയൽ പോയിന്റിൻ്റെ ഇതിൻ്റെ ഡെറിവേഷൻ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു ഇവിടെ ഇത് പടം വരയ്ക്കേണ്ടതാണ്. ഇവിടെ മുതൽ നിങ്ങൾക്ക് എഴുതാനുള്ളതാണ്. ഞാനൊരു -q വരയ്ക്കുന്നു, എന്നിട്ട് ഇവിടെ ഒരു +q വരയ്ക്കുന്നു. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എഴുതേ, അല്ലെങ്കിൽ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങളിത് ശ്രദ്ധിച്ചിട്ട് വരച്ചാൽ മതി. ഞാൻ വരയ്ക്കാനുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള സമയം തരാം. അപ്പം ഞാൻ ഈ ഡൈപോൾ, അതായത് +q -q ചാർജിനെ ഞാൻ 2a ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അതാണല്ലോ നമ്മുടെ ഡൈപോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ -qയിൽ നിന്ന് +qയിലോട്ടാണെന്നുള്ളതും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. എനിക്ക് ഈ ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ആക്സിസിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആക്സിസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യും. ഇതാണല്ലോ ആക്സിസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. എത്ര ഡിസ്റ്റൻസ് ദൂരെയാണെന്നറിയാമോ? നമ്മുടെ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് ദൂരെ, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് ദൂരെ P എന്ന് പറയുന്ന പോയിന്റിൽ, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇതാണ് P എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം ഇനി മുതൽ എന്ത് കണ്ടുപിടിക്കുകയാണെങ്കിലും നമ്മൾ ആരുടെ സഹായം തേടണം? ടെസ്റ്റ് ചാർജിൻ്റെ സഹായം തേടണം. അപ്പം ഞാനൊരു ടെസ്റ്റ് ചാർജിനെ ഇവിടെ കൊണ്ടുവച്ചു. അപ്പം ഈ ടെസ്റ്റ് ചാർജിനെ ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ നമുക്കറിയാം ഈ ഇവിടെ ഒന്ന് ഞാൻ ഒരു ഏബലിനോടാണ് ചോദിക്കുന്നത്. ഏബൽ ഒന്ന് പറയാൻ പറ്റുമോ? ഏബൽ ഒന്ന് റിപ്ലൈ തരാമോ? ഈ ടെസ്റ്റ് ചാർജിനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? What will happen? There'll be a force acted upon the test charge. Okay. In which direction? In the right direction. Okay, in right direction. Okay, fine. അപ്പോൾ ഇവിടെ നോക്കി, നമ്മൾ എന്തായാലും ഇവിടെ ഒരു +q സൈഡ് ഉണ്ടല്ലോ. ഈ +q ചാർജിനെ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യുന്നുണ്ടാവും. ആണോ? ആണ്. അറ്റ് ദ സെയിം ടൈം ഈ -q ചാർജ് ഈ +q ചാർജിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജിൻ്റെ മണ്ടയ്ക്ക് കൃത്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഈ +q കൊടുക്കുന്ന ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. കാരണം എന്താ പറയുക? +q ആണ് ഇതിൻ്റെ അടുത്തിരിക്കുന്നത്. മറ്റേ -q ഇത്രയും ദൂരത്തായിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ +q കൊടുക്കുന്ന ഫോഴ്സ് കൂടുതലായതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആക്ടിങ് ആണല്ലോ. അപ്പം അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ E ഡ്യൂ ടു +qയുടെ ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഇങ്ങോട്ട് E ഡ്യൂ ടു -qയുടെ ഡയറക്ഷൻ
ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ ആരോടെ നീളം കൂട്ടി വരച്ചതിന് കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കുന്നത് ആരോ അവനാണ് ഞാൻ കൂടുതൽ വലിയ ആരോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം വെക്ടർ ആയതുകൊണ്ട് ആരോ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ ഈ ഒരു പോയിന്റിൽ ഈ പ്ലസ് ക്യൂ ചാർജിന് മടക്കി രണ്ട് ദിശയിലോട്ട്, രണ്ട് ഡയറക്ഷനിലോട്ട് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ പോയിന്റിൽ, അതായത് ഈ ജനറലി ഒരു ക്യൂ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ആണ്. എന്നാൽ ഈ പ്ലസ് ക്യൂ ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പം E ഡ്യൂ ടു പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1/4πε0 പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ, ആ പ്ലസ് ക്യൂ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഏതായിരിക്കും? ലോയിസ് എന്ന് പറയാമോ? ഈ പ്ലസ് ക്യൂ ചാർജ് ഈ ക്യൂ ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ലോയിസ് പറയാമോ? ലോയിസ്, ഹലോ ലോയിസ് ഇവിടെ ഉണ്ടോ? ലോയിസ് ഓക്കെ. ഡെബ്രിയ പറയാമോ? ഡെബ്രിയ അറിയാമോ? No, sir. ഓക്കെ. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡൈപോളിന്റെ മൊത്തം ലെങ്ത് 2a ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹാഫ് ലെങ്ത് ഇവിടെയും a ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? r മൈനസ് a ആയിരിക്കും. കാരണം എന്താ? ഇത്രയും ഡിസ്റ്റൻസ് r ആണ്. അതിൽ നിന്ന് a മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയുമാണ്? ഇത്രയും. അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡെബ്രിയ മനസ്സിലായോ? Yes, sir. ഓക്കെ. ഇനി അടുത്തത്, അപ്പം നമുക്ക് ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എന്താണെന്ന് എഴുതാം? r മൈനസ് a ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അറ്റ് ദ സെയിം ടൈം അടുത്ത എന്താ? E ഡ്യൂ ടു മൈനസ് ക്യൂ. E ഡ്യൂ ടു മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ, ആ മൈനസ് ക്യൂ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയേ. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് മൈനസ് ക്യൂ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും r ആണെന്നറിയാം, ഇത്രയും a ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ആ ഡിസ്റ്റൻസിനെ നമുക്ക് r പ്ലസ് a എന്ന് എടുക്കത്തില്ലയോ? r പ്ലസ് a എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? r പ്ലസ് a ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. ചോദിക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെറ്റ് കണ്ടുപിടിക്കണമല്ലോ. ഈ ടോട്ടൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സിന്റെ നെറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇതൊരു ടേബിളാണ്, അല്ലെങ്കിൽ ഇതൊരു ഒരു ഒരു വാർഡ്രോബ് ആണെന്ന് വിചാരിച്ചോ. ഈ വാർഡ്രോബ് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് തള്ളുന്നു. ഏബൽ ഇങ്ങോട്ടേക്ക് ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് തള്ളുന്നു. എങ്ങോട്ടായിരിക്കും ഏബലെ ഇതിന്റെ ഡയറക്ഷൻ? കേട്ടില്ല. ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും അല്ലേ? എത്ര ആയിരിക്കും അവിടുത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ട്? അങ്ങനെയാണെങ്കിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യും? 50. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? Because 100 minus 50. യെസ്. അതായത് എപ്പോഴും ആലോചിച്ചോണം, രണ്ട് ക്വാണ്ടിറ്റി, അതായത് രണ്ടും ഫോഴ്സ് ആണ്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വലിയ ഫോഴ്സ് മൈനസ് ചെറിയ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് 50 ന്യൂട്ടൺ ആണ്. അത് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോയത്. അത് എങ്ങനെ കിട്ടി? വലിയ ഫോഴ്സിൽ നിന്ന് ചെറിയ ഫോഴ്സ് മൈനസ് ചെയ്തപ്പോൾ. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാലോ. അതായത് ഇവിടെ നോക്കി, ഇവിടെ അപ്പം ഏത് ഫോഴ്സ് ആണ് കൂടുതൽ? ഏബൽ ഒന്ന് പറയാമോ? ഇവിടെ ഏത് ഫോഴ്സ് ആണ് കൂടുതൽ? Is it E due to plus Q or E due to minus Q? E due to plus Q. Yeah, because it is close to plus Q charge, right? Yes, sir. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതുമ്പോൾ E due to plus Q minus E due to minus Q എന്നാണ് എഴുതാൻ. രണ്ടും സെയിം ഡയറക്ഷനിലോട്ടാണെങ്കിലോ, ഇപ്പോൾ ഞാനൊരു വാർഡ്രോബ് വെക്കുന്നു, ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു 100 ന്യൂട്ടൺ കൊടുക്കുന്നു, ഏബലും ഇങ്ങോട്ടേക്ക് ഒരു 50 ന്യൂട്ടൺ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താ ഏബലെ? 150. Yes, 150, and it is also towards left അല്ലേ?
Yes, sir. അപ്പം രണ്ടും സെയിം ഡയറക്ഷനിലോട്ട് ആഡ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമ്മൾ അതിനെ പ്ലസ് ചെയ്തു. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആഡ് ചെയ്തപ്പം വലിയത് മൈനസ് ചെറിയ ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പം ഇവിടെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, സൈൻ വേണ്ട. അപ്പം നമുക്ക് ഈ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/4πε0 q divided by r minus a the whole square minus 1/4πε0 q divided by r plus a the whole square. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് രണ്ടിടത്തും q/4πε0 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1/r minus a the whole square minus 1/r plus a the whole square ആണോ? ഇത്രയും ഓക്കെ ആണോ? ലോവിസിന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ലോവിസ് Yes, sir. ഓക്കെ, ഡേവിയ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? Yes, sir. ഓക്കെ, ഏബൽ, അഭിരാം ഓക്കെ ആണോ? Yes, sir. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിക്കോളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്കി നോക്കിയോ. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. LCM എടുക്കാം. ഇവനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടത്? q divided by 4πε0 into r plus a the whole square minus r minus a the whole square divided by r minus a the whole square into r plus a the whole square. LCM എടുക്കാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ, Yes, sir. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാമോ? നമ്മൾ ഇതിനെ ഒന്ന് എന്ത് ചെയ്യാൻ പോവാ? ഇതിനെ ഒന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കിയോ, ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4πε0. ഇവിടെ r സ്ക്വയർ പ്ലസ് 2ra പ്ലസ് a സ്ക്വയർ മൈനസ്, നോക്കിയോ മൈനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് ബ്രാക്കറ്റിൽ തന്നെ കൊടുക്കണം. അടുത്ത സ്റ്റെപ്പിൽ മാത്രമേ മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാവൂ. അപ്പം ബ്രാക്കറ്റ് കൊടുത്തു. ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുമ്പം a സ്ക്വയർ മൈനസ് 2ab, a സ്ക്വയർ മൈനസ് 2ab പ്ലസ് എന്താണ്? b സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ? ഡിവൈഡഡ് ബൈ താഴെ എന്ത് തന്നെയാണ്? r മൈനസ് a ദ ഹോൾ സ്ക്വയർ, r മൈനസ് a ദ ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് a ദ ഹോൾ സ്ക്വയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൈനസ് വെച്ചിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r സ്ക്വയർ പ്ലസ് 2ra പ്ലസ് a സ്ക്വയർ മൈനസ് r സ്ക്വയർ പ്ലസ് 2ra പ്ലസ് പ്ലസ് 2r മൈനസ് പ്ലസ് ആവും, പ്ലസ് എന്താവും? മൈനസ് ആവും. അപ്പം മൈനസ് a സ്ക്വയർ. ഇത്ര എഴുതിയായിരുന്നോ നിങ്ങൾ? എഴുതിയായിരുന്നോ കുഞ്ഞുങ്ങളെ? No, sir. എഴുതിയില്ലായിരുന്നു അല്ലേ? ഓക്കെ, ഞാൻ എഴുതാനുള്ളത് തരാം കേട്ടോ, ഇത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ ടോട്ടൽ ഈസിക്കൽ നമുക്ക് എന്ത് കിട്ടി? q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു എന്താണ് നമ്മുടെ ഇക്വേഷൻ? r സ്ക്വയർ പ്ലസ് 2ra പ്ലസ് a സ്ക്വയർ മൈനസ് r സ്ക്വയർ പ്ലസ് 2ra മൈനസ് a സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ r മൈനസ് a ദ ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് a ദ ഹോൾ സ്ക്വയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കട്ടായി, പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കട്ടായി. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഈസിക്കൽ എന്താ? a ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു എന്തെന്ന് എഴുതാം? 2ra പ്ലസ് 2ra 4ra ഡിവൈഡഡ് ബൈ ഒരു കാര്യം ഈ സൈഡിലോട്ട് എഴുതണം. നമുക്കറിയാം a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിനെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സാധനം ഇങ്ങനെയാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ ഇങ്ങനെ തിരിച്ച് എഴുതത്തില്ലയോ? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാക്കത്തില്ലയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയോ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു ഇതിനെ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഇൻറ്റു തന്നെ എഴുതുന്നേ ഉള്ളൂ.
ഈ 4r ഞാൻ 2r ഇൻറ്റു 2 എന്നാക്കുക, കുഴപ്പമില്ലല്ലോ. ഡിവൈഡഡ് ബൈ r² മൈനസ് a സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാക്കുക. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ഈ ആളിനെ കണ്ട് പരിചയം കാണും. q ഇൻറ്റു 2a, q ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ p ഈസ് ഈക്വൽ ടു q ഇൻറ്റു 2a എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, p ഇൻറ്റു 2r ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r² മൈനസ് a സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. നമുക്കറിയാം കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. ഇഫ് r ഈസ് അല്ലെങ്കിൽ r വെരി വെരി ഗ്രേറ്റർ ദാൻ, r വെരി വെരി ഗ്രേറ്റർ ദാൻ a ആണ്. അപ്പോൾ r² വെരി 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 ഗ്രേറ്റർ ദാൻ a സ്ക്വയർ ആവും. അങ്ങനെയാണെങ്കിൽ a സ്ക്വയർ ഇൻ ഡിനോമിനേറ്റർ ക്യാൻ ബി എന്താ, ക്യാൻ ബി നെഗ്ലെക്റ്റഡ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം a എന്ന് പറയുന്നത് 0.1 ആണെന്ന് വിചാരിക്കുക, r എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോഴേ നമ്മൾ മനസ്സിലാക്കാം ഇവിടെ എന്താണ്, r വെരി വെരി ഗ്രേറ്റർ ദാൻ a ആണ്. അപ്പം a സ്ക്വയർ ഒന്ന് എടുത്ത് നോക്കിയേ, a സ്ക്വയർ വരുമ്പം 0.01 അല്ലേ. r² എടുത്തേ, r² എടുക്കുമ്പോൾ 10,000 തരത്തില്ലേ. അപ്പോൾ നോക്കിയേ 0.01 10,000 എന്തായി, സ്ക്വയർ ചെയ്യുമ്പം ഈ r² എന്ന് പറഞ്ഞാൽ വെരി 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 ഗ്രേറ്റർ ദാൻ a സ്ക്വയർ ആവും. അങ്ങനെയാണെങ്കിൽ ഈ a സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഡിനോമിനേറ്ററിൽ കൂടെ ആയതുകൊണ്ട് തന്നെ അത് വീണ്ടും ചെറുതായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അതിനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓൾറെഡി 0.1 എന്ന് പറഞ്ഞ സാധനം നമ്മൾ നെഗ്ലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 0.01 എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്താ, ഇപ്പോൾ 1.001 എന്ന് കിട്ടുക, നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തെന്ന് എടുക്കാം, 1 എന്ന് എടുക്കാം. നമ്മൾ ഇതിനെ നെഗ്ലക്ട് ചെയ്ത് കളയും, ഇതൊരു ചെറിയ വാല്യൂ ആയതുകൊണ്ട്. ആ കണ്ടീഷൻ ഇവിടെ എടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാം. എന്താ, ഞാനിപ്പോൾ ഒരു ചാക്ക് എടുത്ത് വെച്ചിരിക്കുക, ഒരു ചാക്കിനകത്ത് കംപ്ലീറ്റ് അരി ഞാൻ എടുക്കുകയാണ്, അതായത് റൈസ്, ഒരു ചാക്ക് കംപ്ലീറ്റ്. എനിക്ക് അരിയുടെ ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, വേറൊരു റൈസ് പാക്കിനകത്ത് നിന്നും ഒരു സിംഗിൾ അരി എടുത്ത് ഞാൻ ഇതിനകത്ത് ഇട്ടു. അപ്പോഴും ഞാൻ ഇതിനെ പറയുന്നത് 1 സാക്ക് ഓഫ് റൈസ് എന്ന് തന്നെയല്ലേ പറയുന്നത്, അല്ലാതെ 1 സാക്ക് പ്ലസ് 1 റൈസ് എന്ന് പറയത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ഇട്ട ക്വാണ്ടിറ്റി അതിനകത്തുള്ള ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി, അതിനകത്ത് ഒരു 50,000 റൈസ് കാണുമായിരിക്കും. മനസ്സിലായോ? അതിനകത്ത് ഒരെണ്ണം ഇടുമ്പോഴും അപ്പോഴും ഒരു ചാക്ക് അരി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ആ ഒരു അരി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്തു, നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ കേസ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപിളി എന്ത് ചെയ്യാം, ഈ a സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, മുകളിൽ p ഇൻറ്റു 2r ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r² ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കാരണം a അങ്ങ് പോയി. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു p ഇൻറ്റു 2r ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r⁴. മുകളിൽ ഒരാറുണ്ട്, താഴെ 4r ഉണ്ട്. ആ 4rൽ ഒരാറ് വെട്ടുമ്പോൾ ബാക്കി r³ എന്നാവും. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു നമുക്ക് p ഇൻറ്റു 2, അല്ലെങ്കിൽ സിംപ്ലി തന്നെ ഇങ്ങനെ എഴുതാം, 2p ഡിവൈഡഡ് ബൈ 4πε0 r³ എന്ന്. ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ ആക്സിസിലുള്ളതാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ആക്സിൽ എന്ന് എഴുതാം, ഈ ആക്സിൽ ഈസ് ഈക്വൽ ടു 2p ഡിവൈഡഡ് ബൈ 4πε0 r³. ദിസ് ഈസ് ദ എന്താണ് ഫൈനൽ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് എഴുതേണ്ടത് എവിടെ തൊട്ടാണ്, ഇത് ആരൊക്കെ എഴുതിയെടുത്തായിരുന്നത്, ഇത്തരം കാര്യങ്ങൾ ആരൊക്കെ എഴുതിയെടുത്തായിരുന്നു? ഏബൽ എഴുതിയായിരുന്നോ? ഏബൽ? ഓക്കെ. അഭിരാം എഴുതിയില്ലായിരുന്നു അല്ലേ? ഡേബിളി എഴുതിയായിരുന്നോ? Yes, sir. ഓക്കെ. ലോവിസോ? Half എഴുതി. ഹാഫ് എഴുതി അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൽ ആ എഴുതാനുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് എഴുതി തരാം. ഈ കൺസെപ്റ്റ് മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് അടുത്ത ഡെറിവേഷൻ കൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ പടം വരയ്ക്കുമ്പം ഒരു നെഗറ്റീവ് ക്യൂ ഇത് എഴുതാനുള്ളതാണ്. ആ ഹെഡിങ്ങിൻ്റെ താഴോട്ട് വരയ്ക്കാനുള്ളതാണ്. -q + q ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് 2a ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ ജസ്റ്റ് ആ ഡൈപോൾ മൊമെൻറ്റ് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ പകുതി ഡിസ്റ്റൻസ് a, ഇതിൻ്റെ പകുതി ഡിസ്റ്റൻസ് a. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് എന്താണ്
ഒരു r ഡിസ്റ്റൻസ് ദൂരെ, സെൻട്രലിൽ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെ ഒരു P എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവച്ചു. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അത് എന്താണ്? E പ്ലസ് ക്യൂ ചാർജ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്കും E പ്ലസ് ക്യൂ ഇവിടെ ഈ ഡയറക്ഷനിലേക്കും ഫോഴ്സ് കൊടുക്കുന്നു. E ഡ്യൂ ടു മൈനസ് ക്യൂ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യുക. എത്രയാണ്? ഇത് r മൈനസ് എ ആണ്. അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഇതെന്താണ്? ഇത് r പ്ലസ് എ ആണ്. എന്നിട്ട് ജനറലി എഴുതേണ്ട കൺസെപ്റ്റ് നമുക്കറിയാം. ഒരു ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ E = 1/4πε0 Q/r² ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് E ഡ്യൂ ടു പ്ലസ് ക്യൂ കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യാം? 1/4πε0 പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ r മൈനസ് എ ദ ഹോൾ സ്ക്വയറും E ഡ്യൂ ടു മൈനസ് ക്യൂ കണ്ടുപിടിക്കാൻ 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡ് ബൈ r പ്ലസ് എ ദ ഹോൾ സ്ക്വയറിനാവും അല്ലേ? r പ്ലസ് എ ദ ഹോൾ സ്ക്വയറിനാവും. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വലിയ ചാർജ് E ഡ്യൂ ടു പ്ലസ് ക്യൂ മൈനസ് E ഡ്യൂ ടു മൈനസ് ക്യൂ ഇതിൻ്റെ സൈഡിലോട്ട് എഴുതി വെക്കണം. സിൻസ് both electric field acts in opposite direction. Since both electric field acts in opposite direction. ഓക്കെ, അങ്ങനെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ? ഈ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി E ഡ്യൂ ടു പ്ലസ് ക്യൂ നമ്മൾ പറഞ്ഞായിരുന്നു മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം എന്താണ് ഇവിടെ എഴുതണം? മറ്റേ ഒറിജിനൽ ഇക്വേഷനകത്ത് എഴുതണ്ട. 1/4πε0 Q ഡിവൈഡഡ് ബൈ r മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് Q/4πε0 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1/r മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവനെ നമുക്ക് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് r മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ഡിവൈഡഡ് ബൈ താഴെ r മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുമ്പം Q ഡിവൈഡഡ് ബൈ 4πε0 എക്സ്പാൻഡ് ചെയ്യുമ്പം r സ്ക്വയർ പ്ലസ് 2ra പ്ലസ് എ സ്ക്വയർ മൈനസ് ബ്രാക്കറ്റ് ഇടുക r സ്ക്വയർ മൈനസ് 2ra പ്ലസ് എ സ്ക്വയർ എന്ന് വരുന്നു. താഴെ എന്ത് ചെയ്യുന്നു? താഴെ r മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r സ്ക്വയർ പ്ലസ് 2ra പ്ലസ് എ സ്ക്വയർ മൈനസ് r സ്ക്വയർ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം r സ്ക്വയർ പ്ലസ് 2ra മൈനസ് എ സ്ക്വയർ എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ? ഡിവൈഡഡ് ബൈ ഇവിടെ r മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് കളയുകയാണ്. ഇത് രണ്ടും ഈ എയും എ സ്ക്വയറും കട്ട് ചെയ്തു, r സ്ക്വയറും കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്തേ ഉള്ളൂ? Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 4r എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ r മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. അപ്പം ഇവിടെ നമുക്ക് ഓൾറെഡി എന്താ നമുക്കിങ്ങനെ കൊടുക്കാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അത് നേരത്തെ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പ് മുതൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഈസിക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 4ra ഡിവൈഡഡ് ബൈ r സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 2r ഇൻറ്റു 2a എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ r സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. നമുക്കറിയാം P ഈസിക്വൽ ടു Q ഇൻറ്റു 2a ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ P ഇൻറ്റു 2r P ഇൻറ്റു 2r ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് വരും. കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. എന്തുവാണ്?
ആർ വെരി വെരി ഗ്രേറ്റർ ദാൻ എ. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ വെരി 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 ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ ഇൻ ഡിനോമിനേറ്ററിലെയാണ് നെഗ്ലക്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്തൊരു സെഷൻ വരുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എ സ്ക്വയർ വരും, മറ്റേ മാഗ്നറ്റിസം ഒക്കെ വരുമ്പോൾ. അപ്പോൾ ഡിനോമിനേറ്ററിലെ മാത്രമേ നെഗ്ലക്ട് ചെയ്യുള്ളൂ. ഡിനോമിനേറ്റർ എന്താണ്? ഈസ് നെഗ്ലക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 2r ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 2 ആർ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ നമുക്ക് പി ഇൻറ്റു 2r ഡിവൈഡഡ് ബൈ 4πε0 ആർ റേസ് ടു 4 എന്ന് എഴുതാം. ഓരോന്ന് കട്ട് ചെയ്ത് പോകുമ്പോൾ ആർ ക്യൂബ് ആവും. അങ്ങനെയാണെങ്കിൽ ഫൈനലി ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 2p ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ് എന്ന് എഴുതാം. ഇതായിരിക്കും അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ. ഈ ഫൈനൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ എന്താണ് ഒരു ബോക്സ് ഒക്കെ വരച്ച് സെറ്റാക്കിയിട്ടേക്കുക. ഈ ബോക്സ് വരയ്ക്കുന്ന എല്ലാ ഇക്വേഷനും തറവായിട്ട് പഠിക്കുക. അത് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഡെറിവേഷൻ ഈ ന്യൂമറിക്കലൊക്കെ ചെയ്യുമ്പോഴേ ഡയറക്റ്റ് ഇക്വേഷൻ പെട്ടെന്ന് തന്നെ ഓർത്ത് ഇരിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പിന്നെ നിങ്ങൾ വിചാരിക്കും ഡെറിവേഷൻ നമുക്കറിയാമല്ലോ, അതിനകത്തുനിന്ന് ഇക്വേഷൻ എടുത്ത് എഴുതാം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം ടെൻഷൻ കൊണ്ട് ആ ഇക്വേഷൻ ഒന്നും ഓർക്കത്തില്ല. അപ്പോൾ ഡെറിവേഷൻ ചെയ്ത് നോക്കാൻ പോകും, സമയം പോകുമ്പം എന്താ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെയിൻ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് ആണ് നിങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ ഇത് ഓക്കെ ആണോ എന്ന് പറഞ്ഞേക്കണേ. ഓക്കെ ആണോ നിങ്ങളൊന്ന് പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡെബ്രി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. No, sir. ഓക്കെ, ഇത് സ്കൂളിൽ ഇത് പഠിപ്പിച്ചായിരുന്നോ ഡെബ്രിയുടെ? Yes, sir. ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടെ മനസ്സിലായോ അതോ അതുപോലെ തന്നെയാണോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Yes, I understood. ഓക്കെ. ഏബലിനെ എങ്ങനെയുണ്ട്? ഏബലിനെ സ്കൂളിൽ പഠിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏബലിനെ എങ്ങനെയുണ്ട്? Yes, sir. ഓക്കെ, കുറച്ചുകൂടെ മനസ്സിലായോ? Yes, sir. ഓക്കെ, ഫൈൻ. അഭിരാമിന് എനിക്ക് തോന്നുന്നു ഇതല്ല പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ സെമി കണ്ടക്ടർ ആണെന്ന് തോന്നുന്നു. അതെ സർ, സെമി കണ്ടക്ടർ, മറ്റേ ഫിസിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അത് രണ്ടും ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. അതായത് ഒരു ചാപ്റ്റർ പഠിപ്പിക്കാൻ 1 മണിക്കൂറും ഒരു ചാപ്റ്റർ പഠിപ്പിക്കാൻ 1/2 മണിക്കൂറും മതി ശരിക്കും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വലിയ പാടില്ല എന്നുള്ളതൊരു പെട്ടെന്ന് പേടിക്കേണ്ടെന്നൊക്കെ വെച്ചായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തന്നത് ആ ചാപ്റ്റർ പഠിക്കുന്നത്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ അങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ആദ്യം തൊട്ടേ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടും. എനിവേ കുഴപ്പമില്ല, നമ്മൾ ആ ഓർഡറിലാണ് പോകുന്നത് കേട്ടോ. അപ്പം അത് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് റെഡിയാക്കി തരാം. ലോവിസ് ഓക്കെ ആണോ? ഓക്കെ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഡെറിവേഷൻ ഒന്ന് എഴുതിപ്പിക്കും. അത് നമുക്കിപ്പം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി എഴുതിയാലും എനിക്കത് അറിയാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ അറിയാലോ, നമ്മൾ നിങ്ങളുടെ ഭാവിക്കും നിങ്ങളുടെ നല്ലതിനും വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് ഇരുന്ന് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിട്ട് നമുക്ക് ഈ പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾ എഴുതി എനിക്ക് അപ്പം തന്നെ അയച്ചു തരിക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊന്ന് ഇനി അടുത്ത ഡെറിവേഷൻ ഇന്ന് തീരത്തില്ല. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. അതും പിന്നെ ടോർക്കും കൂടെ അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. നാളെ ക്ലാസ് കാണും. നാളെ ഞാൻ പറയാം, ടൈം പറയാം. ചിലപ്പോൾ നാളെ കെമിസ്ട്രി ആയിരിക്കും. കെമിസ്ട്രി ആണെങ്കിൽ അത് ഇൻഫോം ചെയ്യാമേ. അപ്പം അതൊന്ന് നോക്കിയിട്ട്, പിന്നെ കെമിസ്ട്രി മൺഡേ ആയിരിക്കും. നാളെ ഇതും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ ആ ഫ്ലക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരെ ഒന്ന് പഠിപ്പിക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം. ഫസ്റ്റ് സെഷൻ അത്രയുമാണ്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇത് ഇത്രയും ഓക്കെ ആണോ എന്ന് നോക്കി ഒരു 10 മിനിറ്റ് സമയം തരാം. നമ്മളിപ്പോൾ ഇത്രയും പഠിപ്പിച്ചത് ഇന്നലെയും മിനിഞ്ഞാന്നും, അതെ ഇന്നലെ ലാസ്റ്റ് 2 ക്ലാസ്സും
ഇന്നും പഠിപ്പിച്ച സാധനം ഒന്ന് ഓടിച്ചു വിട്ട് നോക്കി 5 മിനിറ്റ് സമയം തരാം.